എൻ്റെ പേര് ശിവാനന്ദൻ. ഞാൻ കൊല്ലം മാമൂട് സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു പെയിന്റിംഗ് കോൺട്രാക്ടർ ആയിരുന്നു. ഒപ്പം കുറച്ച് സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്ത് വന്നിരുന്ന ഒരാളാണ്. കോവിഡ് സമയത്താണ് ഞാൻ RCMനെ കുറിച്ചിട്ട് അറിയുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരം സഞ്ചരിച്ചാൽ എത്താൻ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയായ എൻ്റെ ഗ്രേറ്റ് ലീഡർ അഖിൽദാർ സാറിലൂടെയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പല സംശയങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ RCMനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, RCM എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ സ്വയം മാറി. ഇന്ന് വളരെ ആക്റ്റീവായിട്ട് കഴിയുന്നത്ര മാക്സിമം സമയം RCMന് നൽകിക്കൊണ്ട് ഒരു നല്ല ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നു. നമുക്ക് RCMൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ TCG എത്ര മഹത്തായ ഒരാശയമാണ് നമ്മുടെ മുമ്പിൽ നൽകിയത്. ഒരു വ്യക്തിക്ക്, ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഒരാശയത്തെ പ്രചരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ RCM പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സാധാരണഗതിയിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുമ്പോൾ പല തരത്തിലുള്ള കോലാഹലങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ മഹാനായിട്ടുള്ള നമ്മുടെ TCG സ്വദേശി എന്ന് പറയുന്ന ഒരു വലിയ ആയുധത്തെ അത് വളരെ മാതൃകാപരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് എത്രയെത്രയോ ആളുകൾ എന്തെല്ലാം തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആ മഹത്തായ ഒരാശയത്തെ ജാതി മത രാഷ്ട്രീയ ഒരു ഭേദങ്ങളുമില്ലാതെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രത്തിന്റെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ അത് എത്രയോ വർഷമായി നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നു. ഇതൊരു പുതിയ ആശയമല്ല. ലോകത്ത് പല രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയിച്ച് അവരൊക്കെ ഇതിൽ വിജയം കണ്ടവരാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് വളരെ താമസിച്ചാണ് ഈ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ എത്തിച്ചേർന്നത്. പക്ഷെ അത് എത്തിയപ്പോൾ പോലും പലതരത്തിലുള്ള അതിനെ തെറ്റായിട്ടുള്ള പല മേഖലകളിലേക്കും പലരും കൊണ്ടുപോയി വ്യക്തിപരമായ അല്ലെങ്കിൽ അവർക്ക് സ്വാർത്ഥ ചിന്തയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ നന്മ പലപ്പോഴും എല്ലാവരിലേക്കും എത്തുവാൻ വളരെയധികം പ്രയാസപ്പെട്ടു. ഒരുപക്ഷെ നമ്മളും ഇന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് TCGയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്വദേശി പ്രസ്ഥാനത്തെ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിൽ സംരംഭമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകത്ത് പല തലത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 വിഭാഗങ്ങൾ നമുക്കറിയാം. ഒന്ന്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. പരിശീലനം ലഭിച്ച ആളുകളും പരിശീലനം ലഭിക്കാത്ത ആളുകളും എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. അപ്പൊ അതിലൊരു വിഭാഗമാണ് പരിശീലനം ലഭിച്ച ആളുകൾ, ഏതൊരു കാര്യത്തെക്കുറിച്ചും കൂടുതൽ അറിവ് നേടുന്ന ആളുകൾ. അങ്ങനെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ മറ്റേതൊരു മേഖലയെക്കുറിച്ചും പഠിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ. അത് ഏത് സർക്കാർ ജോലിയാകാം, പ്രൈവറ്റ് മേഖലയിലാകാം, സ്വയം തൊഴിലാകാം. അത്തരത്തിലുള്ള വിവിധ തൊഴിൽ സംരംഭങ്ങളിൽ അല്ലെങ്കിൽ സ്വയം തൊഴിലുകൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു വിഭാഗം ആളുകൾ. മറ്റൊന്ന്, വളരെ സന്തുഷ്ടമായിട്ടുള്ള, വളരെ സന്തോഷകരമായിട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഫാമിലി.
അങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ആവശ്യത്തിലധികം പണം കയ്യിലുള്ള സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഈ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചും നമുക്ക് സന്തോഷകരമായി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ യാതൊരു സംശയമില്ല, വെൽത്ത് വളരെ ആവശ്യമാണ്. ധനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒപ്പം ഹെൽത്തും. അപ്പം ആരോഗ്യവും അതുപോലെ തന്നെ ധനവും, ഇത് രണ്ടും ഒരേപോലെ സംയോജിപ്പിച്ച് അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയോ കുടുംബമോ സമൂഹമാണ് സമൂഹത്തിൽ എപ്പോഴും സമസ്ത മേഖലകളിലും മുന്നിലേക്ക് എത്തുക. ഇവിടെ RCMൽ വന്നതിന് ശേഷം എനിക്കും മനസ്സിലായത്, RCMൽ നമുക്ക് കുറച്ചു നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ RCMനെ മനസ്സിലാക്കിക്കൊണ്ട് RCMന്റെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് TCG നമുക്ക് നൽകിയ സന്ദേശവും വ്യക്തമായ മാർഗനിർദ്ദേശവും. അപ്പൊ അതിന് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആശയം, അത് വ്യക്തമായ പ്ലാനിലൂടെ നമ്മളിലേക്ക്, ഒരു സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരിലേക്കും എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഈ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ഒരാളായിരുന്നില്ല. ഒരു കുറച്ചധികം ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ഒരു തൊഴിൽ, ആ സംരംഭം ഏറ്റെടുത്ത് ഞാൻ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ എല്ലാവരെയും ബാധിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന വരുമാന നഷ്ടമുണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടായി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, RCMൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കൊക്കെ തന്നെ അവിടെ വരുമാനം കൂടുകയാണ് ചെയ്തത്. എല്ലാ മേഖലയിലും വരുമാന നഷ്ടമുണ്ടായപ്പോൾ RCMൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ RCMൽ ആ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് വരുമാനത്തിൽ ഉയർച്ചയുണ്ടായി. അപ്പോൾ ഏത് പരിതസ്ഥിതിയിലും, ഏത് കാലാവസ്ഥയിലും, ഏത് അവസ്ഥയിലും RCMൽ ആക്റ്റീവായി നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഏത് സാഹചര്യത്തിലും വളരെ ക്ലിയറായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു മാർഗമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് TCG കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് വലിയ മഹത്തായ ഒരു ആശയമാണ്, പ്രത്യേകിച്ച് സ്വദേശി എന്ന് പറയുന്ന ഈ ആശയം. ഇവിടെ നമുക്ക് RCM എന്തിനു വേണ്ടിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ RCM നമുക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RCM എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ തെറ്റായ വിപണന രീതികൾ നടക്കുന്നു, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും RCMൽ ഉറച്ചു നിൽക്കും, യാതൊരു സംശയവുമില്ല. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും RCM ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒരുപക്ഷെ നമ്മൾ RCM ചെയ്യുമ്പോൾ അത് നമ്മുടെ തലമുറയെ കൂടി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാശയമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മളിൽ പല ആളുകളും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്നു. നമ്മൾ RCM ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും RCM ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു പക്ഷേ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത്, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും അതിനുശേഷം നമ്മുടെ തലമുറയ്ക്കും ഉപകാരപ്പെടുമെന്ന് എപ്പോഴാണോ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോൾ നമ്മൾ RCMനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നാണ് ഞാൻ RCMലൂടെ പഠിച്ച പാഠം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 വിഭാഗങ്ങളും ഈ സമൂഹത്തിലുണ്ട്. വിദ്യാഭ്യാസമുള്ളവര്, അതേപോലെ തന്നെ പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുന്നവര്, പരിശീലനം സിദ്ധിച്ചവര്, ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവര്, അതുപോലെ തന്നെ വളരെ സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നവര്, സൊസൈറ്റിയിൽ വളരെ ഉയർന്ന സ്ഥാനമുള്ള ആളുകൾ, ഒപ്പം സമൂഹത്തിൽ ധനം ആവശ്യത്തിലധികം സമ്പാദിച്ചു വെക്കുന്ന ആളുകൾ. പക്ഷെ ഇതെല്ലാം തന്നെ നമുക്ക് RCM എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിൽ നമുക്ക് സാധിക്കും, യാതൊരു സംശയങ്ങളുമില്ല. അതിന് TCG നമുക്ക് നൽകിയ
TCG നമുക്ക് നൽകിയ ആ ഒരു സിസ്റ്റം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റോ തൊഴിലാളികളോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു ഓഫീസോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ RCM എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഇന്ന് നമ്മൾക്ക് ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും ഒരു മൂലധനം ആവശ്യമാണ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. നമ്മളൊരു ചെറിയ ഒരു അച്ചാറ് കമ്പനി തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ പീടിക തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പെയിന്റിങ് ഒരു കോൺട്രാക്ടറാണ്, പക്ഷെ എനിക്കതിനകത്ത് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ആ ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങൾ ഒരു പക്ഷേ പലതും ഉപയോഗമില്ലാതെ അവശേഷിക്കുന്നു. അപ്പൊ എവിടെയും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും, നമുക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷെ നമുക്കൊരു വണ്ടി ഓടണം, ഒരു വണ്ടി നമ്മൾ വിലയ്ക്ക് വാങ്ങണം, ഒരു ചെറിയ പീടിക തുടങ്ങണം. ഇന്ന് ഒരു പക്ഷെ 50,000 1 ലക്ഷം രൂപ വേണ്ടി വരും ഒരു ചെറിയ പീടിക നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് RCM ചെയ്യുന്നതിന്, RCM ഡയറക്ട് സെല്ലിംഗിന്റെ എല്ലാ നിയമങ്ങളും 100% പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങുകയോ പണം കൊടുക്കുകയോ ചെയ്യുന്ന സംവിധാനമില്ല. അപ്പൊ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. കേവലം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ അനുഭവമായിരുന്നു. എനിക്കിത് മറ്റുള്ളവരോട് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്? അത് നമ്മുടെ സമയമാണ്. ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ സമയം തന്നെയാണ്. പക്ഷെ ആ സമയം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കുന്നത്. ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയം നമ്മൾ RCM കൊടുത്താൽ മതി. മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുകയും, എന്നാൽ നമുക്ക് അതിനുശേഷം വരുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആ സമയം കണ്ടെത്തി നമുക്ക് RCM പ്രവർത്തിക്കാം. ഇവിടെ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് നേരത്തെ സൂചിപ്പിച്ചു, ശരിയായ വിപണന രീതി. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള വിപണന രീതികൾ നടക്കുന്നുണ്ട്. അത് ഇവിടെ നല്ല ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിന് വിപരീതമായി ഒരു ശരിയായ ബിസിനസ് രീതിയെ നമുക്ക് മുന്നിൽ TCG അവതരിപ്പിക്കുകയാണ്. അവിടെ നമുക്ക് മുതൽ മുടക്കില്ല, നമുക്ക് ഓഫീസ് സംവിധാനങ്ങൾ വേണ്ട, നമുക്ക് തൊഴിലാളികൾ വേണ്ട, നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ട, മറ്റ് യാതൊരു സംവിധാനങ്ങളും നമുക്ക് ആവശ്യമില്ലാതെ ഒരു വ്യക്തി അവന്റെ സമയം മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവന് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുന്നത്? അവനെ സംബന്ധിച്ച് RCM കുറച്ചധികം സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ RCM പ്രവർത്തനത്തിൽ ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ പല മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരുപാട് സമയം ഞാൻ ഇപ്പോൾ മാറ്റി അത് RCM നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഈ പ്രവർത്തനം തുടരുന്നു. അങ്ങനെ ഈ 3 വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായി, അല്ലെങ്കിൽ കുടുംബപരമായി, സാമൂഹ്യപരമായിട്ടൊക്കെ തന്നെ എനിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും എനിക്ക് സ്വയം അനുഭവപ്പെട്ടു തുടങ്ങി. ആ എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എനിക്ക് സ്വയം അനുഭവപ്പെട്ടു തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണുന്ന സൊസൈറ്റിയിലും അത് പ്രതിഫലിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നോടൊപ്പം ഇന്ന് അനവധി ആളുകൾ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ RCM ചെയ്യാം? ഇവിടെ നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് RCM ചെയ്യാമെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് നമുക്ക് ലാൻഡ് വേണ്ട, അതേപോലെ തന്നെ ലേബേഴ്സ് വേണ്ട, ക്യാപിറ്റൽ വേണ്ട, ഒന്നും തന്നെ വേണ്ട. ഇവിടെ ഈ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഓരോ മുതലാളിമാരാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ യാതൊരു ബോസുമില്ല. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ RCM പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ലീഡേഴ്സ്, അനുഭവമുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ച് വിജയിച്ച് വിജയം കാണിച്ചു തരുന്ന നമ്മുടെ ലീഡേഴ്സ്, അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പം ആ ലീഡേഴ്സിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ പറയുന്നത് കേട്ട് നമ്മൾ RCM സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ ബിസിനസ്സിനെ ഭംഗിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളും ഒരു ലീഡറായി മാറും. നമ്മൾ മുതലാളി എന്ന് പറയുമ്പോൾ
ആ മുതലാളി എന്നുള്ളതല്ല, നമ്മളൊരു ലീഡർ. കാരണം ഈ ബിസിനസ്സിനെ മറ്റുള്ളവരെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ ഉയരും. അങ്ങനെ നമുക്ക് RCM നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കും. നോ ടൈം ലിമിറ്റ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മൾ ഏതൊരു ജോലി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ വീട്ടിലൊരു 10 കോഴിയെ മേടിച്ച് വളർത്തിയാൽ പോലും ആ കോഴിക്ക് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ പരിപാലനം നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് തീറ്റ കൊടുക്കണം, വെള്ളം കൊടുക്കണം, അതിന്റെ കൂട് വൃത്തിയാക്കണം. ഇങ്ങനെയുള്ള ഒരു ലളിതമായി നമ്മളൊരു 10 കോഴിയെ വാങ്ങി വീട്ടിൽ ഇട്ട് വളർത്തിയാൽ പോലും നമ്മുടെ ടൈമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു വിശേഷ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അത്രയേറെ ടൈം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സംവിധാനമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, RCM ചെയ്യുന്നത് നമ്മളാണ്. ഇന്ന് രാവിലെ എനിക്ക് 6 മണിക്ക് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് സമയമുണ്ട്. ആ സമയമാണ് ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനുശേഷം ഇന്നത്തെ ഓരോ കാര്യങ്ങളും എൻ്റെ സമയമനുസരിച്ചാണ് ഞാൻ ക്രമീകരിക്കുന്നത്. കാരണം അത് മറ്റൊരാളിന്റെ നിർദ്ദേശപ്രകാരമോ മറ്റുള്ളവരുടെ ആജ്ഞപ്രകാരമല്ല ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ബോസ് നമ്മൾ തന്നെയാണ്. നോ ടാർജറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്ന് പ്രൈവറ്റ് മേഖലയിൽ, ഇപ്പോൾ ഗവൺമെന്റ് മേഖലയിൽ തന്നെ ആയിരുന്നാലും ഇന്ന് ഓരോ ജോലി ചെയ്യുമ്പോഴും അതിന് നമുക്ക് നൽകുന്ന ശമ്പളം, നമുക്ക് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ വിനോദ് സാർ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജോലി സ്ഥലത്ത് ഒന്ന് ഇരിക്കുന്നതിന് വേണ്ടി, എന്തിനാണ് ബാത്റൂമിൽ പോകുന്നതിന് പോലും അനുവാദം ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഇവിടെ ടൈം യാതൊരു വിഷയവുമില്ല, നമുക്ക് ടാർജറ്റ് ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ RCM കൂടുതൽ ചെയ്യുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് അച്ചീവ്മെന്റുകൾ ഇഷ്ടമാണ് എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുക. ഇവിടെ നോ ടൈം, നോ ടാർജറ്റ്. അതുപോലെ തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ചൊരു ഏരിയ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് നമുക്കിത് ഈ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രത്യേകിച്ചൊരു പ്രൈവറ്റ് മേഖലയിലോ അല്ലാതെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്ന സ്ഥലത്ത് പോയി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ RCM ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എവിടെയാണോ ഇഷ്ടം, നമ്മുടെ സ്ഥലത്താണെങ്കിൽ നമ്മുടെ സ്ഥലത്ത്, അതിന് പുറത്തേക്കാണെങ്കിൽ അതിന് പുറത്ത്, എവിടെയാണോ നമുക്ക്, അതായത് ലോകത്തെവിടെയും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുതൽ മുടക്കുമില്ലാതെ, ആരും നിയന്ത്രിക്കാനില്ലാതെ, ടൈമിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ലോകത്തെവിടെയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്. ആ ബിസിനസിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ RCMനെ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കും, യാതൊരു സംശയവുമില്ല. അപ്പം ലോകത്തെവിടെയും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്. മറ്റൊന്ന്, നമുക്ക് RCM ചെയ്യുന്നതിന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് തന്നെ അറിയാം, നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന എത്രയോ പേർ, എത്രയോ ആളുകൾ ഇതിൽ വിജയം നേടി, ഉന്നത വിദ്യാഭ്യാസം നേടി, വർഷങ്ങളോളം പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷെ അവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം സക്സസ് ആണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവർ സക്സസ് അല്ല. പലപ്പോഴും അവർ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇതൊന്നുമില്ലാതെ തന്നെ, ഈ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാതെ തന്നെ അവർക്ക് ക്ലിയറായി അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ്? RCMനെ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ അല്ല പ്രശ്നം, അവർ RCMനെ എങ്ങനെ ഏറ്റെടുക്കുന്നു, നമ്മൾ ഓരോരുത്തരും RCMനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അവരുടെ ജാതി, മതം, രാഷ്ട്രീയം, അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ, ഇതൊന്നും തന്നെ പ്രശ്നമല്ല. അവരുടെ മനസ്സാണ് പ്രധാനം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കണ്ടു. 2 കാലുകളും 2 കൈകളും ഇല്ലാത്ത ഒരു 40-45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു മാസം 2 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നു. ഞാൻ അതിശയിച്ചു പോയി. ഇതിനകത്ത് നവമാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. 2 കോടി രൂപയുടെ ബിസിനസ് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട്, കാരണം അദ്ദേഹത്തിന് 2 കാലും പ്രശ്നമാണ്, 2 കൈയും പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി, അദ്ദേഹം ആ ചെയ്യുന്ന ആ ഇൻഡസ്ട്രിയെ
സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം ആ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്ന സമയം 2 കോടി രൂപയുടെ ബിസിനസ് ഒരു മാസം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ വീഡിയോ പല പ്രാവശ്യം ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. ഇന്ന് അദ്ദേഹം ഒരു വീട് വെച്ചു, അദ്ദേഹം ഒരു വാഹനം വാങ്ങി, അദ്ദേഹം ഇന്ന് വളരെ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പോരായ്മകൾ, ശാരീരികമായിട്ടുള്ള പോരായ്മകളെ ഈ ബിസിനസ് മാറ്റിക്കൊടുത്തു. മറ്റുള്ള ആളുകളുടെ മുന്നിൽ അദ്ദേഹം വളരെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുന്നു. അപ്പം നമുക്ക് ഉള്ള കഴിവുകളെ ഒക്കെ തന്നെ അത് ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ കഴിവ് കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ, നമ്മുടെ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുവാനുള്ള വേദിയായി RCM പോലെയുള്ള ബിസിനസ്സുകൾ മാറുന്നു, അല്ലെങ്കിൽ RCM മാറുന്നു. അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ശക്തി. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ശക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ വിജയിച്ച ആളുകൾ, കാരണം നമ്മുടെ തന്നെ ടീമുകളിൽ എത്രയോ ആളുകൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായി വന്ന് വിജയം കൈവരിച്ചുകൊണ്ട് മറ്റു ഒരുപാട് ആളുകളെ, അനവധി ആളുകളെ, തന്നോടൊപ്പം വരുന്ന അല്ലെങ്കിൽ തന്റെ ടീമിലേക്ക് വരുന്ന ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഏതൊരു ജോലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിലൊക്കെ തന്നെ റിട്ടയർമെന്റ് ഉണ്ട്. നമ്മളൊരു ജോലിക്ക് പ്രവേശിച്ചാൽ, നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു ജോലിയിൽ, അത് ഗവൺമെന്റ് ജോലി ആയാലും പ്രൈവറ്റ് ജോലി ആയാലും ഒക്കെ തന്നെ നമുക്ക് റിട്ടയർമെന്റ് ഉണ്ട്. ഒന്നിൽ ആ ജോലി കയറുമ്പോൾ തന്നെ അതിൻ്റെ നമ്മുടെ ഏജ് ലിമിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയം അത് കളയേണ്ടതായിട്ട് വരും. അപ്പൊ എവിടെയായിരുന്നാലും നമുക്ക് ഒരു റിട്ടയർമെന്റ് കാലാവധി നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ RCMൽ അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഇല്ല. എപ്പോൾ വരെ നമ്മുടെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ടോ ആ സമയം വരെയും നമുക്ക് RCM ചെയ്യാം. RCM ചെയ്യുക മാത്രമല്ല, നമ്മളുടെ പ്രായം കൂടുന്നതിന് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനനുസരിച്ച്, നമ്മുടെ ടീമിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് വരുമാനം കൂടി വരുന്നു. റിട്ടയർമെന്റ് ഇല്ല എന്ന് മാത്രമല്ല, ആ സമയത്തും നമുക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളിന് കുടുംബത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടും. അപ്പൊ നമ്മൾ RCM ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം ഇവിടെ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് RCMൽ ഇല്ല. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്. ഞാൻ ഇന്നലെയും പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മൾ ഏതൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ഇന്ന് പ്രത്യേകം ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് പോലെ തന്നെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ആ മേഖലയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, 15, 20, 25, 30 വർഷവും ഒക്കെ ആർമിയിലൊക്കെ സേവനമനുഷ്ഠിച്ച് വരുന്ന ആളുകൾ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായി നിൽക്കുമ്പോൾ പോലും അവരോട് പോലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മൾ RCM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സ്പീരിയൻസ് ആയിക്കോളും, നമ്മൾ RCMനെ ഏറ്റെടുത്താൽ മതി. അപ്പം ഇത്ര മഹത്തായിട്ടുള്ള ഒരു ആശയം, ആ ആശയമാണ് TCG നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. എന്താണ് RCM എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ഒരു ചവിട്ടുപടിയാണ് RCM. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? അവിടെ വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് RCMലൂടെ ഇത് എല്ലാം സാധിക്കും, യാതൊരു സംശയവുമില്ല. അപ്പം RCM എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. RCMൽ എങ്ങനെ വിജയിക്കണം. ഒരു പക്ഷേ നമ്മൾ മറ്റ് പല മേഖലകളിലും നമ്മൾ കൊടുക്കുന്ന സമയം, അവിടെ നമ്മൾ ചിലവഴിക്കപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ നോക്കുന്ന സമയത്ത് RCMൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പൂർണ്ണമായും നമ്മൾ RCMനെ മുറുകെ പിടിക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പരസ്യത്തിൽ പറയുന്നത് പോലെ വിശ്വാസമാണ് എല്ലാം. അപ്പം നമ്മൾ RCMൽ എത്രത്തോളം നമ്മൾ വിശ്വസിച്ച് നമ്മൾ സമയം കൊടുത്ത് RCM പ്രവർത്തിക്കുന്നോ, അത് പ്രചരിപ്പിക്കുന്നോ, നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നോ, അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഉയരാനും സാധിക്കും. ഇവിടെ എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക?
RCMൽ വിജയിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പേടിയും മടിയും ഒക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് RCM പറയാൻ തയ്യാറാകും. ഇന്നും നമ്മളിൽ പലർക്കും പറ്റാത്ത ഒരു കാര്യം അതാണ്. ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുമോ? ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങുമോ? ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ പലപ്പോഴും RCM ചെയ്യുന്നതിൽ നിന്ന് പിന്നിലേക്ക് പിടിച്ചു മാറ്റുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. കാരണം നമുക്കിത് ഒരാളിനോട് പറയുന്നതിന് യാതൊരു ചെലവുമില്ല. നമ്മൾ ഒരു ടാക്സും ഗവൺമെന്റിന് കൊടുക്കണ്ട. നമ്മളോട് ആരും ചോദിക്കുന്നില്ല ഇയാൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കില്ല. നമ്മളിത് പറയുന്നു, അവർ കേൾക്കുന്നു. ഒരു പക്ഷേ നമ്മൾ പല ആളുകളോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ അതിൽ നമ്മളൊരു 100 പേരോട് പറഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും ഇത് കേട്ട് മനസ്സിലാക്കി ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ ആ ആളിലൂടെ നമുക്ക് എത്ര പേരിലേക്ക് ഈ ബിസിനസ് എത്തിക്കാൻ സാധിക്കും. ഞാനും അഖിൽദാസ് സാറുമായിട്ട് പരിചയപ്പെടുന്നത് ഓൺലൈനിലൂടെയാണ്, എല്ലാവർക്കും അറിയാമത്. പക്ഷെ കോഴിക്കോടുള്ള അഖിൽദാസ് സാറ് RCM ബിസിനസ് എന്നോട് ഒരു നവമാധ്യമത്തിലൂടെയാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സംശയങ്ങൾ മാറ്റിയപ്പോൾ എനിക്ക് കൊല്ലത്ത് എത്ര പേരിലേക്ക് ഈ ആശയം എത്തിക്കാൻ സാധിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ഇതിനൊക്കെ എങ്ങനെ സാധിച്ചു. അപ്പൊ നമുക്കത് സാധിക്കും. സാധിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, നമുക്കത് സാധിക്കും. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ ഇത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു താല്പര്യം, അത് നമുക്ക് കഴിയണം. നമുക്ക് മാക്സിമം പരമാവധി ആളുകളോട് നമുക്കിത് പറയാൻ സാധിക്കണം. അതിനുള്ള ആശയങ്ങൾ നമ്മൾ നമ്മുടെ ലീഡേഴ്സിന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ലീഡേഴ്സിനോട് ഈ അഭിപ്രായം പറഞ്ഞ് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാക്സിമം ആളുകളിലേക്ക് അത് നമ്മൾ പറയുക. അത് പറയുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കണം. എന്താണ് സിസ്റ്റം? നമ്മൾ ആരോടൊക്കെയാണ് ഇത് പറയേണ്ടത്, ആ പറയുന്നത് ആരോടൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ കൃത്യമായി, നമ്മുടെ നാരായണേട്ടനൊക്കെ പറയുന്നത് പോലെ ലിസ്റ്റ് നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യണം. ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ. അപ്പൊ നമുക്ക് എത്രത്തോളം കോണ്ടാക്ട്സ് നമുക്കുണ്ടോ ആ ആളുകളോടൊക്കെ തന്നെ ഇത് പറയണമെങ്കിൽ അത് ആരൊക്കെയാണെന്ന് നമുക്കറിയണം. അതിന് നമ്മളൊരു വലിയ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ആ ലിസ്റ്റിലുള്ള ആളുകളെ നമ്മൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് ആര് കേൾക്കും, അല്ലെങ്കിൽ ഇത് ആരോടൊക്കെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ ആ ലിസ്റ്റിനെ ഷോർട്ട് ചെയ്യണം. അങ്ങനെ ഷോർട്ട് ചെയ്ത് ആ ലിസ്റ്റും പ്രകാരം നമ്മൾ അവരോട് ഇത് പറയുകയും ഒപ്പം അവരെ ഫോളോ അപ്പ് ചെയ്യുകയും വേണം. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് RCM ഒക്കെ നമ്മൾ അവരോട് പറയും, ഒരാളിനോട് പറയും, അവർ വളരെ താല്പര്യപൂർവ്വം ഇത് കേൾക്കും, ചിലപ്പോൾ അവർ ജോയിൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യാറില്ല. പലപ്പോഴും അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കുറെ നാൾ കഴിയുമ്പോൾ അവരെ ആരും ബന്ധപ്പെടുന്നില്ല, അവരെ കാണുന്നില്ല, ഒരുപക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടാനുള്ള സാധ്യതകളില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ ഈ ബിസിനസ്സിൽ നിന്ന്, ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ RCMനെ തന്നെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലെത്തും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ബിസിനസ് അറിയാത്ത അല്ലെങ്കിൽ ഇത് ചെയ്ത് പരിചയമില്ലാത്ത ഒരാളിനോടാണ് നമ്മളിത് സംസാരിച്ചതെന്നും അവരെയാണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചതെന്നും മനസ്സിലാക്കിക്കൊണ്ട് മാക്സിമം നമ്മൾ അവരെ ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിൽ കണ്ടോ, കഴിയുന്നതും വീടുകളിൽ പോയി കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. കണ്ട് നമ്മൾ സംസാരിച്ച് പല ആവർത്തി നമ്മൾ ഈ കാര്യം അവരിലേക്ക് പറയുമ്പോൾ, ഒരു കാര്യം തന്നെ നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ശക്തി ഉണ്ടാകും, അതിനൊരു ഫലമുണ്ടാകും. അങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന സമയത്ത് ഒരു പക്ഷേ അവർ നമ്മളെക്കാൾ ഭംഗിയായി ഈ ആശയത്തെ ഉൾക്കൊള്ളുകയും ഇത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഒരു വ്യക്തിയിലൂടെ അനവധി ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയെ സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. നമ്മൾ ഇരുന്നാലും യാത്ര ചെയ്താലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും ആ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മളിലേക്ക് PV എന്ന് പറയുന്ന സമ്പത്ത് വരും. യാതൊരു സംശയമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവർ ചെയ്തോളും.
പക്ഷെ അതിന് പ്രാപ്തമായിട്ടുള്ള ഒരു ടീമിനെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മളുടെ ഫോളോ അപ്പ് വളരെയധികം ആവശ്യമാണ്. അത് ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഫോളോ അപ്പ്. നമ്മൾ മടി കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ യാത്രകൾ ചെയ്യണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ല. ഞാൻ പറഞ്ഞത് ധനപരമായ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് മാത്രമാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്തെ നമ്മൾ RCMന് നൽകണം. അങ്ങനെ ആ സമയം നമ്മൾ ചിട്ടപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? നമ്മൾ യാത്രകൾ ചെയ്യണം. ഞാൻ ഇതിനകത്ത് വിജയിച്ച പല ആളുകളുടെയും അനുഭവങ്ങളുടെ എനിക്കതാണ് മനസ്സിലാകുന്നത്. അവരെ യാത്രകളാണ് അവരെ പലപ്പോഴും വലിയ വലിയ ടീമുകളുടെ രൂപീകരണത്തിലേക്കും ആ ടീമിന്റെ വിജയത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് യാത്രകൾ ചെയ്യണം, നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ ആളുകളെ പല സ്ഥലങ്ങളിൽ നമുക്ക് ടീമുകളെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ സമയത്തും നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് RCM ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് വേണം? നമ്മൾ ദൂരേക്ക് പോകണം. നമ്മൾ ആളുകളെ കണ്ടെത്തണം, കഴിയുന്ന ആളുകളെ കണ്ടെത്തണം. നമ്മൾ പറയുന്നവരെല്ലാവരും ഇത് കേൾക്കില്ല, കേൾക്കണമെന്ന് നിർബന്ധവുമില്ല. പക്ഷെ പറയുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞ് ആ ടീമുകളെ നമ്മൾ ആക്റ്റീവാക്കി കൊണ്ടുവരുമ്പോൾ ആ ടീമിലൂടെ നമുക്ക് സമ്പത്തും സന്തോഷവും ഒക്കെ വരും. RCMലൂടെ നല്ല നല്ല ബന്ധങ്ങൾ വരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗംഗാധരേട്ടൻ ഈ മീറ്റിങ്ങിൽ ഉണ്ടാവും. ഗംഗാധരേട്ടന്റെ ഒരു യാത്രയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. RCMന്റെ ബിൽവാര യാത്രയിൽ ഞങ്ങൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗംഗാധരേട്ടൻ. പക്ഷെ അന്ന് ഗംഗാധരേട്ടനോടൊപ്പം ഉണ്ടായിരുന്ന സുഭാഷ് ഏട്ടനാണെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെയും ഒക്കെ ഒരു 20 മിനിറ്റ് നേരത്തെ ഒരു മോട്ടിവേഷൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അപ്പൊ യാത്രകൾ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ മീറ്റിങ്ങുകൾ ഇപ്പൊ നമുക്ക് 25-ാം തീയതി വലിയ ഒരു ഇവന്റ് വരുന്നു. പലപ്പോഴും നമ്മൾ പല ലീഡേഴ്സിനെയും മെമ്പേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ വരട്ടെ പിന്നെ പോകാം അല്ലെങ്കിൽ പിന്നെ വരാം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ RCMൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. ഇത്രയും പ്രാധാന്യം തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾക്കും കൊടുക്കണം. അവിടെ നമ്മൾ ചെറിയ വണ്ടിക്കൂലിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സൊക്കെ കുറച്ചുകൂടെ വിശാലമായിട്ട് വരണം. വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ചന്തമുണ്ടായിട്ട് കാര്യമില്ല, ചിന്തിക്കുകയാണ് പ്രധാനമെന്ന് പറയുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. നമുക്ക് ഇതിനെ അറിയാൻ മറ്റു മാർഗങ്ങളില്ല. ഇന്ന് നമ്മളെല്ലാവരും രാവിലെ 6 മണിക്ക് മീറ്റിംഗിൽ ഇരിക്കുന്നത് സുഖമായി നമുക്ക് എല്ലാവർക്കും കിടന്നുറങ്ങാം. പക്ഷെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും RCM എന്താണെന്ന് അറിയണം, ഇവിടെ വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇതിന്റെ മുന്നിലിരിക്കുന്നത്. അപ്പം നമ്മുടെ മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള മീറ്റിങ്ങുകളിൽ കഴിയുന്നതും നമ്മൾ നമ്മുടെ ടീമിലെ മെമ്പേഴ്സിനെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകണം. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആ സമയത്ത്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാറും. അല്ലെങ്കിൽ അതൊക്കെ ഓരോ അനുഭവങ്ങളായി നമ്മുടെ ഈ ബിസിനസ്സിൽ നമുക്ക് ഗുണം ചെയ്യും. ഓരോ യാത്രകളും ഓരോ വ്യക്തികളും നമ്മുടെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ നമുക്ക് പിന്നീട് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ടീമിന് അത് ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്തരം യാത്രകള്, നമ്മുടെ മീറ്റിങ്ങുകൾ, ഓൺലൈൻ മീറ്റിംഗ് ആയിക്കോട്ടെ ഓഫ്ലൈൻ മീറ്റിംഗ് ആയിക്കോട്ടെ, ഏത് മീറ്റിങ്ങുകളായാലും അതിൽ നമ്മൾ മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ പങ്കെടുത്തു എന്നുള്ളതല്ല, നമുക്ക് RCMനെ കുറിച്ചിട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് അറിയാൻ ശ്രമിക്കുന്ന ആളാണ്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുള്ള ആളുകളെ, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ആളുകളെ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്നേഹമുള്ള ആളുകളെ, നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ ഒക്കെ തന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടായിരുന്നാലും ശരി നമ്മളോടൊപ്പം കൂട്ടിക്കൊണ്ട് നമ്മൾ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. ആ മീറ്റിങ്ങുകളൊക്കെ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകും. അത് നമ്മുടെ ജീവിതത്തിൽ RCM ബിസിനസ്സിന് നമുക്ക് കുറെ അധികം നന്മകൾ ഉണ്ടാക്കും. നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് എവിടെ ചെന്നാലും, ഞാൻ ഈ അടുത്ത സമയത്ത് ഫോണിലൂടെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആ ലേഡിയോട് ഞാൻ RCM എന്ന് പറയൂ, ഞാൻ RCM ചെയ്യുന്ന ആളാണ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ RCM ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും ആ ബന്ധം ഇങ്ങനെ തുടർന്നു പോകുന്നു. അപ്പം നമുക്ക് ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് ജീവിതത്തിൽ.
അപ്പം ആരോഗ്യവും സമ്പത്തും ബന്ധങ്ങളും നമുക്ക് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ നമുക്ക് RCMലൂടെ നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടീം സ്പിരിറ്റോട് കൂടി ടീമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ RCMലൂടെ ഉണ്ടാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഗുഡ് RCM, ജയ RCM.